ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. അപ്പം ഇന്നത്തെ നൈറ്റ് റൊട്ടീൻ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പം ഇന്ന് സ്കൂൾ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഇന്ന് എനിക്കില്ലായിരുന്നു. അപ്പം ഇന്ന് കുറേ ബോറടിച്ച് കുറേ മൊബൈലിൽ കുറേയൊന്നുമില്ല, ഒരു 5 മിനിറ്റൊക്കെ ഞാനിങ്ങനെ എന്തൊക്കെ വാർത്തകളൊക്കെ നോക്കിയിരുന്നു. പിന്നെ കുറച്ച് നേരം 1 മിനിറ്റ് വാർത്തയൊക്കെ നോക്കിയിരുന്നു, 1 മിനിറ്റ് ഈ റീൽസൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ സ്കൂൾ ഗ്രൂപ്പിൽ വായിച്ചിട്ട് കൊടുത്തു. അങ്ങനെ കുറേ 10-15 മിനിറ്റ് ക്രാഫ്റ്റൊക്കെ ചെയ്തു. പിന്നെ ഇപ്പം നൈറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ബോറടിച്ച് സ്കൂളിൽ എനിക്ക് ഭയങ്കര ബോറാണ് കേട്ടോ ഗൈസ്. എന്താണെന്നറിയില്ല, സ്കൂളിൽ ഇപ്പോൾ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. എനിക്ക് ആദ്യത്തെ പോലെ ഒന്നുമില്ല. ആദ്യം ഭയങ്കര മടിയാണ്, സ്കൂളിൽ പോകണ്ട, വീട്ടിലത്തെ ലൈഫാണ് എൻജോയിങ് എന്നൊക്കെ തോന്നും. പക്ഷെ ഇപ്പം ഞാൻ നേരെ കയറിയിട്ട് തിരിച്ചായിട്ടുണ്ട്. ചില വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ ചെറിയൊരു മടിക വരാറുണ്ട്, എന്നാലും ഞാനിപ്പം തിരിച്ചായിട്ടുണ്ട്. ഞാൻ സ്കൂൾ എപ്പം ഉണ്ട് എന്ന് നോക്കി നിൽക്കുക. ഞാൻ ഇന്നൊന്ന് വേഗം കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എൻ്റെ നോട്ട്സൊക്കെ ഞാൻ വായിച്ചിട്ട് എടുക്കാനുള്ളതൊക്കെ വേഗം വായിച്ചിട്ടുണ്ട്. എനിക്കിപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു സ്ട്രെങ്ത്ത് ബനിയനാണ് ഇട്ടിട്ടുള്ള, ടീഷർട്ടാണ് ഇട്ടിട്ടുള്ളത്. അടിയിലൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്. കണ്ടോ, എക്സസൈസ് ചെയ്യുക. നമ്മൾ കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു. ഇനി എന്തായാലും നമുക്ക് കുറേ വിചാരിക്കുന്നു എൻ്റെ റൂം ടൂറൊന്ന് ചെയ്യണം. പക്ഷേ എൻ്റെ ബെഡ് വലുത് വരാതെ എനിക്കിപ്പം വലിയ കട്ടിൽ വരണം, കിങ് സൈസ് ബെഡ് വരുമ്പോഴേക്കും. അപ്പം ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇൻഷാ അള്ളാ എന്തായാലും വേഗം എനിക്ക് കട്ടിൽ കിട്ടും. അപ്പം കിങ് സൈസ് ആയിട്ട് അപ്പോൾ ഈ കട്ടിൽ എടുത്തിട്ടുണ്ടല്ലോ, ഇപ്പമാണ് ഗൈസ് കിടക്കുന്നത്. ഇത് നമ്മൾ നല്ല നീറ്റിൽ വിരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് ഉണ്ട്, ഒരു ഇത് കാണിച്ചു തരാം. കബോർഡ്സ് ഇവിടെ ശരിക്കലും കബോർഡ്സ് തോനുണ്ട് കേട്ടോ. കബോർഡ്സ് 1 എൻ്റെത്, 2 ഇതും ആദ്യം എൻ്റെതായിരുന്നു. ഇത് ഇപ്പം ഉമ്മ കയ്യേറിയിട്ടുണ്ട്. എനിക്കിത് വന്നപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. എല്ലാ ഡ്രസ്സും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ബാക്കി ബാബൻ്റെത് പിന്നെ എന്തൊക്കെയോ അല്ലറ ചില്ലറ എൻ്റെ നിസ്കാരപ്പാടം അങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ്. അല്ലറ ചില്ലറ കുറച്ച് ഗാനങ്ങൾ. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ട് ഇത്രയും ഡ്രസ്സ് എനിക്ക് വെക്കാൻ കൊള്ളുന്നുണ്ട് എന്നാണ് ഗൈസ്. ഈ ഷെൽഫ് നോക്കട്ടെ, ഞാൻ തന്നെ കണ്ടിട്ടില്ല.